ആംനസ്റ്റി സ്കീം സമയബന്ധിതമായി പ്രയോജനപ്പെടുത്താം. AKCGDA നികുതി കുടിശ്ശികക്കാരെ സഹായിക്കുന്നതിന് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണം. 2024 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ചതും മുൻകാലങ്ങളിലില്ലാത്ത ഇളവുകളും ആനുകൂല്യങ്ങളും നൽകുന്ന ആംനസ്റ്റി പദ്ധതി കുടിശ്ശികക്കാർ പ്രയോജനപ്പെടുത്തണമെന്ന് ഓൾ കേരള കൺസ്യൂമർ ഗുഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ GST ഫെലിസിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് ഷെവിലർ CE ചാക്കുണ്ണി, നിയമ ഉപദേഷ്ടാവും മുൻ വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണറുമായ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ എന്നിവർ ആവശ്യപ്പെട്ടു. GST വരുന്നവരെയുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുടിശ്ശികക്കാരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഓൺലൈനായി ആംനസ്റ്റി സ്കീമിലേക്ക് അപേക്ഷിക്കുന്നതിന് സഹായിക്കാൻ എല്ലാ ജില്ലകളിലും സംസ്ഥാന GST ജോയിന്റ് കമ്മീഷണർമാരുടെ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്കും GST വകുപ്പിനും അസോസിയേഷൻ നിവേദനം അയച്ചു. 2024 സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആംനസ്റ്റി പദ്ധതി ഈ ആഗസ്റ്റ് 1 മുതൽക്കാണ് പ്രാബല്യത്തിൽ വന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി അസോസിയേഷൻ നിയമോപദേഷ്ടാവും GST കൗൺസിൽ അംഗവും മുൻ വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ വിശദീകരിക്കും. പുതുതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആംനസ്റ്റി സ്കീം കച്ചവടക്കാർക്കും അതുപോലെ തന്നെ വ്യവസായികൾക്കും കുടിശ്ശിക തീർക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. മുൻകാലങ്ങളിലൊന്നും തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലാത്ത ഇളവുകളും ആനുകൂല്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴത്തെ ഈ പുതിയ സ്കീം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 സ്ലാബുകളായിട്ടാണ് ഈ സ്കീം പ്രയോജനപ്പെടുത്താൻ പറ്റുക. നികുതി കുടിശ്ശിക 50,000 രൂപയിൽ കുറവാണെങ്കിൽ ഒരു പൈസ പോലും അടയ്ക്കേണ്ട. 50,000-നും 10 ലക്ഷത്തിനും ഇടയ്ക്കാണെങ്കിൽ നികുതി കുടിശ്ശികയുടെ 30% മാത്രം അടച്ചാൽ മതി. അതിനോടനുബന്ധിച്ച് വരുന്ന പെനാൽറ്റികളും ഇൻട്രസ്റ്റും ഒക്കെ ഒഴിവാക്കുന്നതാണ്. 10 ലക്ഷത്തിനും 1 കോടിക്കും ഇടയ്ക്കുള്ള കുടിശ്ശികകളുണ്ടെങ്കിൽ അത് 40% മാത്രം അടച്ച് തീർക്കാവുന്നതാണ്. അപ്പീൽ പെൻഡിംഗ് ഉള്ള കേസുകളാണ് 40%. അപ്പീൽ പെൻഡിംഗ് ഇല്ലാത്ത കേസാണെങ്കിൽ ആ നികുതി കുടിശ്ശികയുടെ 50% അടയ്ക്കണം. 1 കോടിക്കും മുകളിലുള്ള കുടിശ്ശിക തീർക്കണം എന്നുണ്ടെങ്കിൽ അപ്പീൽ പെൻഡിംഗ് ഉള്ള കേസുകളിൽ 70%, അപ്പീൽ പെൻഡിംഗ് ഇല്ല എന്ന കേസാണെങ്കിൽ അതിൽ 80% അടച്ചു തീർത്താൽ ഈ കുടിശ്ശികകൾ മുഴുവൻ തന്നെ തീർപ്പാക്കപ്പെടുന്നതാണ്. ഇങ്ങനൊരു ആനുകൂല്യം ഇതുവരെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇത് വളരെ പ്രയോജനപ്പെടുത്തുന്ന എല്ലാ കുടിശ്ശികകളും 2017 വരെയുള്ള എല്ലാ കുടിശ്ശികകളും തീർക്കുന്നതിനുള്ള ഒരു അവസരമാണ്. ആ അവസരത്തിൽ നമ്മുടെ ഈ ആംനസ്റ്റി സ്കീമിൻ്റെ അപേക്ഷ ഓൺലൈൻ കൊടുക്കണം. ഓൺലൈൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം GST കൗൺസിൽ ഓരോ ജില്ലാ ഓഫീസിൻ്റെ ജോയിൻറ്റ് കമ്മീഷൻ ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയിട്ട് ഈ കുടിശ്ശികക്കാരെ സഹായിക്കുന്നതിന് ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്നതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും നിവേദനത്തിലൂടെ ധനകാര്യമന്ത്രിയോടും അതുപോലെ ധനകാര്യ വകുപ്പിനോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് അതിന് മെമ്മോറാണ്ടം അയച്ചിട്ട് ചെയ്തിരിക്കുകയാണ്.